അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. സദഖല്ലാഹുൽ അലിയുൽ അലീം. ബഹുമാനവും സ്നേഹവുമുള്ള സത്യവിശ്വാസികളെ, സഹോദര സഹോദരികളെ, പുല്ലശ്ശേരി റേഞ്ചിലെ നൂറുൽ ഇസ്ലാം മദ്രസയുടെ റൂബി ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട നസീഹത്ത് പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. അള്ളാഹു ആ സ്ഥാപനത്തിൻ്റെ ആഘോഷവും മറ്റു ഹൈറായ സംരംഭങ്ങളും വിജയിപ്പിക്കട്ടെ. അതിൻ്റെ നേതൃത്വത്തെയും സഹായികളെയും ഗുണകാംക്ഷികളെയും അള്ളാഹു അഭിവൃദ്ധിയിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട അല്പം നസീഹത്താണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും അവരുടെ വിജയത്തിനായി അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ്. ലോകത്തിന് അനുഗ്രഹമായി അള്ളാഹു അയച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിയ ആ ഗ്രന്ഥത്തിൻ്റെ സുന്ദരമായ തീരത്തേക്ക് എല്ലാ ജനങ്ങളെയും, എല്ലാ മനുഷ്യരെയും, എല്ലാ രാജ്യക്കാരെയും അള്ളാഹു ക്ഷണിക്കുന്നുണ്ട്. അതെല്ലാവർക്കുമുള്ള ഗ്രന്ഥമാണ്. അതിൻ്റെ വിളിയാളം കേട്ട് അതിലുള്ള സത്യമായ ആശയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ സുന്ദര തീരത്തണയാൻ അണഞ്ഞവർക്ക് അതിൽ നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുകയാണ്. ഖുർആൻ 114 അധ്യായങ്ങളാണ്. 6666 ആയത്തുകളാണ് അഥവാ സൂക്തങ്ങളാണ്. 77,450 പദങ്ങളാണ് അതിലുള്ളത്. 10,25,000 അക്ഷരങ്ങളുണ്ട്. ഇമാം സാവി റഹിമഹുല്ല മറ്റു പലരും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ ആശയങ്ങളെയും അതിൻ്റെ രത്നച്ചുരുക്കമാണ് സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാതാവ് എന്ന് ഫാത്തിഹക്ക് നാമകരണം ചെയ്യപ്പെട്ടത് ഈ ഒരാശയത്തെ വിളിച്ചോതുന്നുണ്ട്. ഫാത്തിഹയിൽ 7 ആയത്തുകളാണുള്ളത്. 156 അക്ഷരങ്ങളുമുണ്ട്. 14 ശബ്ദുകൾ ഉൾപ്പെടുത്തിയാണ് 156 അക്ഷരങ്ങളുള്ളത്. അവതരണക്രമം അനുസരിച്ച് സൂറത്തുൽ ഫാത്തിഹ 5-മതാണുള്ളത്. ആദ്യം സൂറത്തുൽ അലഖിലെ 5 സൂക്തങ്ങളാണ് അവതരിച്ചിട്ടുള്ളത്. പിന്നീട് സൂറത്തുൽ ഖലം, പിന്നീട് സൂറത്തുൽ മുസ്സമ്മിൽ, പിന്നെ സൂറത്തുൽ മുദ്ദസ്സിർ. 5-മത് അവതരണക്രമത്തിൽ 5-മതാണ് സൂറത്തുൽ ഫാത്തിഹയുള്ളത്. 1-മത് അവതരിച്ചതാണ് എന്ന അഭിപ്രായവുമുണ്ട്. പക്ഷേ പ്രബല അഭിപ്രായം 5-മത് അവതരിച്ചത് എന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ അപാരമായ ആഴത്തിലുള്ള ആശയങ്ങളാണ് അതിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹ്രസ്വമായി അതിൻ്റെ ആശയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഖുർആൻ ഓതുമ്പോൾ ആദ്യമായി നാം അഊദ് ഓതണം. അത് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. ഇദാ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ ആട്ടിയോടിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടണം. അതാണ് ആദ്യമായി നിർവഹിക്കുന്നത്. അത് ഫാത്തിഹയിലെ ഒരായത്തല്ലെങ്കിലും അഊദു, ഞാൻ കാവൽ തേടുന്നു, ബില്ലാഹി, അള്ളാഹുവോട്, മിനശ് ശൈത്വാൻ, പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, അർ റജീം, ആട്ടിയോടിക്കപ്പെട്ട.
അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട, പ്രത്യേക റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട എന്നതാണ് ഉദ്ദേശം. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ അത് ജിന്നുകളിലുമുണ്ട് മനുഷ്യരിലുമുണ്ട്. ഖുർആനിലെ അവസാന സൂറത്തായ മിനൽ ജിന്നത്തി വന്നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്തും പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടണം. അത് മനുഷ്യ പിശാചാവട്ടെ, ഭൂതപിശാചാവട്ടെ. കാരണം നാം ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്ക് വഴിമുടക്ക് സൃഷ്ടിക്കാൻ അവർ കഠിന ശ്രമങ്ങൾ നടത്തും. അതുകൊണ്ട് ആദ്യമേ ആ കാവൽ തേട്ടമാണ് നടക്കുന്നത്. പിന്നീട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഞാൻ ആരംഭിക്കുന്നു. ഇസ്മി എന്ന് പറഞ്ഞാൽ പേര്, നാമം. ഇവിടെ ഇസ്മില്ല അള്ളാഹുവിൻ്റെ നാമം. ഏകവചനമാണെങ്കിലും നാമങ്ങൾ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും ഞാൻ തുടങ്ങുന്നു. ചില നാമങ്ങൾ ഫാത്തിഹയിൽ പറയുന്നുണ്ട്. അള്ളാഹ് എന്നുള്ള നാമം പറയുന്നുണ്ട്, റഹ്മാൻ പറയുന്നുണ്ട്, റഹീം പറയുന്നുണ്ട്. പക്ഷെ ചിലത് വ്യക്തമായി പറഞ്ഞു, മറ്റുള്ളതെല്ലാം നാം മനസ്സിൽ കൊണ്ടുവരണം. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും ഞാൻ തുടങ്ങുന്നു. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ നിർബന്ധമായ എല്ലാ നല്ല ഗുണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയ ഒരു സത്തയുടെ പേരാണ്. ആദിയും അന്ത്യവും ഇല്ലാത്ത എന്നെന്നും നിലനിൽക്കുന്നവൻ. അവന് പറയുന്ന പേരാണ് അല്ലാഹ്. യഥാർത്ഥ ആരാധ്യൻ, ആരാധനക്ക് അർഹതയുള്ളവൻ, അത് അല്ലാഹു മാത്രമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഞാൻ തുടങ്ങുന്നു. അർ-റഹ്മാനി, റഹ്മാൻ എന്ന് ഭാഷയിൽ പറഞ്ഞാൽ പകരം ആഗ്രഹിക്കാതെ കരുണ ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാലും ഇതേ ആശയം അതിലുമുണ്ട്. അതോടൊപ്പം ഒരു പുതിയ ആശയം കൂടി ഭാഷാപരമായി റഹീമിനുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗുണം സത്തയുടെ ഭാഗമാകുമ്പോഴാണ് റഹീം എന്ന് ഉപയോഗിക്കുക. ആ സത്തയെ വിട്ടുപിരിയാതെ നിൽക്കുമ്പോഴാണ് റഹീം എന്ന് പറയുക. അപ്പം റഹ്മത്ത് വിട്ടുപിരിയാത്തവൻ എന്നൊരു പ്രത്യേക അർത്ഥം കൂടി റഹീമിനുണ്ട്. എന്നാൽ ഇതോടൊപ്പം മതവീക്ഷണത്തിൽ നാം ഇത് പരിചയപ്പെടുത്താറുള്ളത് റഹ്മാൻ അൽ മുഹ്സിനു ഇലൽ ബർരി വൽ ഫാജിരി ഫിദ്ദുന്യ. ഇഹലോകത്ത് മുഹ്സിൻ, നന്മ ചെയ്യുന്ന, ഇഹലോകത്ത് ബർറ് നല്ല വ്യക്തി, ഫാജിർ ചീത്ത വ്യക്തി, നല്ലവർക്കും ചീത്തയായവർക്കും ഗുണം ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാൽ മതവീക്ഷണത്തിൽ ഇഹലോകത്ത് നന്മ ചെയ്തവർക്ക് മാത്രം പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവൻ. അപ്പോൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ അൽഹംദ് സർവസ്തുതി. സർവസ്തുതി എന്നാൽ എല്ലാ സ്തുതിയും. സ്തുതികൾ നമുക്ക് നാലായി കാണാൻ കഴിയും. ഒന്ന് അള്ളാഹുവിനെ തന്നെ പ്രശംസിക്കുക, ധാരാളം ഖുർആനിലും മറ്റും നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തത് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ പ്രശംസിക്കുക. മറ്റൊന്ന് സൃഷ്ടികളെ പ്രശംസിക്കുക, നാം അങ്ങുമിങ്ങും നടത്തുന്ന പ്രശംസ. മറ്റൊന്ന് സൃഷ്ടാവിനെ പ്രശംസിക്കുക. ഈ 4 പ്രശംസയും അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. കാരണം പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ, ഹംദ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം, മറ്റൊരുടെ സമ്മർദ്ദം മൂലമോ ബലാത്കാരമോ അല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു നന്മ ചെയ്തവനെ പ്രശംസിക്കുന്നതിനാണ് ഹംദ് എന്ന് പറയുക. അതുകൊണ്ട് ആരെ പ്രശംസിക്കുകയാണെങ്കിലും ആ പ്രശംസക്ക് കാരണമായ ആ നന്മ ചെയ്യാനുള്ള ഭാഗ്യം, കഴിവ് അള്ളാഹുവാണ് എല്ലാവർക്കും നൽകുന്നത്. അതുകൊണ്ട് അന്തിമമായി എല്ലാ സ്തുതിയുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവെ ഘട്ടം ഘട്ടമായി വളർത്തിപ്പോറ്റുന്നവൻ, പരിപാലിക്കുന്നവൻ, ആവശ്യാനുസരണം ആവശ്യമായ സന്ദർഭങ്ങളിൽ നൽകേണ്ടത് നൽകി പരിപാലിക്കുന്നവൻ.
ആലമീൻ എന്ന് പറഞ്ഞാൽ ആലം, ലോകം. ലോകം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒഴികെയുള്ളത്. ഇവിടെ സൃഷ്ടാവ്, സൃഷ്ടി എന്നീ രണ്ടു കാര്യമാണുള്ളത്. സൃഷ്ടാവ് അല്ലാത്ത സൃഷ്ടികളെല്ലാം ലോകത്തിൽ വരുന്നു. അപ്പോൾ അള്ളാഹു ഒഴികെയുള്ളതിനാണ് ലോകം അഥവാ സൃഷ്ടികൾ. ആലമീന, ലോകങ്ങൾ എന്നത് പരിഗണിക്കുന്നത് വിവിധങ്ങളായ വസ്തുക്കളെ പരിഗണിച്ചാണ്. മനുഷ്യരുടെ ലോകം, ജിന്നുകളുടെ ലോകം, സസ്യങ്ങളുടെ ലോകം, ജന്തുക്കളുടെ ലോകം, അങ്ങനെ വിവിധങ്ങളായ വസ്തുക്കളെ പരിഗണിച്ചുകൊണ്ടാണ് ലോകങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം ലോകം എന്ന് പറഞ്ഞതിൽ വരും. അപ്പം ലോകപരിപാലകനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. റഹ്മാനിർ റഹീം എന്നുള്ള അള്ളാഹുവിൻ്റെ രണ്ട് ഗുണങ്ങളെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിനം, പരലോകം. പരലോകമാണ് പ്രതിഫല ദിനം. ഇത് കർമ്മങ്ങളുടെ ലോകമാണ്. ഈ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ലോകമാണ് പരലോകം. അതാണ് യൗമുദ്ദീൻ. ദീൻ പ്രതിഫലം, യൗമുദ്ദീനം, യൗമുദ്ദീൻ പ്രതിഫല ദിനം. പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയാൻ കാരണം, ഇന്ന് ഈ ഇഹലോകത്ത് നമ്മൾ പലതിൻ്റെയും ഉടമാവകാശം നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. അത് അർഹതപ്പെട്ടത് അവകാശപ്പെടുന്നത് ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും പരലോകത്ത് താൽക്കാലിക പ്രത്യക്ഷത്തിലുള്ള ഒരു ഉടമാവകാശം പോലും ഒരാളും അവകാശപ്പെടുകയില്ല. പരലോകത്തൊരു ചോദ്യമുണ്ടാകുമെന്നാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരമുള്ളത്, ഉടമസ്ഥതയുള്ളത്, രാജാധിപത്യമുള്ളത്? ആരും മിണ്ടുകയില്ല എന്നാണ്. അപ്പോൾ മറുപടി ഉണ്ടാകും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകാധിപതിയായ അള്ളാഹുവിന് മാത്രമാണ് രാജാധികാരം, ഉടമസ്ഥത. അപ്പോൾ തൽക്കാലം പ്രത്യക്ഷത്തിൽ പോലും ഒരു ഉടമാവകാശം പരലോകത്ത് ആരും തന്നെ അവകാശപ്പെടുകയില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പരലോക ദിനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞത്. ഇഹലോകത്തിൻ്റെയും മറ്റെല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹു തന്നെയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന ചെയ്യുന്നു. നിനക്ക് മാത്രമാണ് അതിന് അർഹതയുള്ളത്, മറ്റാർക്കും അതിന് അർഹതയില്ല. കാരണം സൃഷ്ടാവും പരിപാലകനും എല്ലാം നീയാണ്. നിനക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ. അതുകൊണ്ട് നിനക്ക് മാത്രം ഞങ്ങളത് ചെയ്യുന്നു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സാ ഗായത്തുൽ ഖുളൂഇ വത്തദല്ലുലി, പരമമായ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുക. അതിനർഹൻ അള്ളാഹു മാത്രമാണ്. കാരണം എല്ലാം അള്ളാഹുവാണ്. സൃഷ്ടിച്ചവൻ, പരിപാലിക്കുന്നവൻ, സ്വയം കഴിവുള്ളവൻ, മറ്റൊരാളിലേക്കും ആശ്രയമില്ലാത്തവൻ, എല്ലാം അള്ളാഹു മാത്രമാണുള്ളത്. മറ്റുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടികൾക്കൊരു കാരണവശാലും ആരാധനയ്ക്ക് അർഹതയില്ല. അതുകൊണ്ട് തന്നെ പരമമായ ഏറ്റവും അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അള്ളാഹുവിന് മുമ്പിൽ മാത്രമേ കാണിക്കാവൂ. അത് മറ്റൊരാൾക്ക് അവകാശം നൽകാൻ പറ്റുകയില്ല, മറ്റൊരാൾക്ക് അതിന് അർഹതയില്ല. സൃഷ്ടാവിൻ്റെ മുമ്പിൽ മാത്രമേ അത് കാണിക്കാൻ കഴിയുകയുള്ളൂ. സൃഷ്ടാവ് ഒന്ന് മാത്രം, അള്ളാഹു മാത്രം. മറ്റെല്ലാം ലോകം എന്ന് പറഞ്ഞ സൃഷ്ടികളുടെ പരിധിയിൽ വരും. അതുകൊണ്ട് ഈ പരമമായ വിനയം അള്ളാഹുവിൻ്റെ മുമ്പിലേ കാണിക്കാവൂ. അതിനർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം അവർക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അവൻ്റെ സൃഷ്ടികളോട് ആദരവും ബഹുമാനവും കാണിക്കാൻ അള്ളാഹു നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. അവർ ജീവിച്ചിരുന്നാലും മരണപ്പെട്ടാലും ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് മുമ്പിൽ കാണിക്കുന്ന ആദരവുകൾ ഒരിക്കലും ആരാധനയല്ല. അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള ആദരവും ബഹുമാനവുമാണ്. അത് അള്ളാഹുവിനുള്ള ആരാധന മാത്രമാണ്, അള്ളാഹിൻ്റെ നിർദ്ദേശം അനുസരിച്ചായതുകൊണ്ട്. എന്നാൽ അള്ളാഹു അല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കൾക്ക് പരമമായ വണക്കത്തിനും വിനയത്തിനും താഴ്മക്കും അർഹതയുണ്ടെന്ന് വിശ്വാസത്തോടുകൂടെ ഈ ഒരു അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും മറ്റൊരു സൃഷ്ടിക്ക് മുമ്പിൽ കാണിച്ചാൽ അത് വലിയ തെറ്റാണ്, ഷിർക്കാണ്. അതൊരിക്കലും അള്ളാഹു പൊറുക്കാത്ത മഹാപാതകമാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മറ്റിഷ്ടപ്പെട്ട വസ്തുക്കളിലേക്ക് സമീപത്ത് ചെല്ലുന്നതും
അവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്നതും ഒരിക്കലും പരമമായ അങ്ങേയറ്റത്തെ വണക്കവും വിനയവുമല്ല. ഒരു സൃഷ്ടിയോട് കാണിക്കാവുന്ന വിനയവും ആദരവും മാത്രമാണ് നാം പ്രകടിപ്പിക്കുന്നത്. അതേ പ്രകടിപ്പിക്കാവൂ. അള്ളാഹുവിന് മുമ്പിൽ കാണിക്കേണ്ടുന്ന ആ പരമമായ വിനയം മറ്റൊരു വസ്തുവിന് അതിന് അർഹതയുണ്ടെന്ന് വിശ്വാസത്തോടെ അത് പ്രകടിപ്പിച്ചാൽ അത് തെറ്റായ സംഗതിയാണ്. അമ്പിയാക്കളോടോ സാലിഹ്യങ്ങളോടോ നമ്മൾ ആരും അത് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ആരാധനയുടെ പരിധിയിൽ വരികയില്ല. അപ്പോൾ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. സഹായിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അതേതു മാർഗത്തിലാവട്ടെ, തെളിഞ്ഞ വഴിയിലാവട്ടെ മറഞ്ഞ വഴിയിലാവട്ടെ, എല്ലാം അള്ളാഹുവിൻ്റെ സഹായമാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് സഹായം തേടുമ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് സഹായം ചോദിക്കാം. അള്ളാഹു ഇഷ്ടപ്പെട്ട അവൻ്റെ സൽപ്രവർത്തികളോ അല്ലെങ്കിൽ വ്യക്തികളെയോ മുൻനിർത്തി അള്ളാഹിനോട് സഹായം ചോദിക്കാം. നമ്മൾ സാധാരണ മുസ്തഫ നബിയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് സഹായിക്കണേ, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മറ്റൊരു വലിയൻ്റെ ഹക്ക് കൊണ്ട് സഹായിക്കണേ എന്ന് പറയുമ്പോൾ ആ സഹായം അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയോട് തന്നെ നേരിട്ട് സഹായം ചോദിക്കാം. മുസ്തഫ നബിയെ നിങ്ങൾ സഹായിക്കണേ എന്നപോലെ ഒരു അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വലിയനോട് നിങ്ങൾ സഹായിക്കണേ എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മുടെ വിശ്വാസം ആരോട് സഹായം തേടിയാലും ആ സഹായം ചെയ്തു തരുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിന് എതിരല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള സഹായത്തേട്ടം. കാരണം അത് ഇസ്ലാമിക പ്രമാണങ്ങൾ അംഗീകരിച്ച സംഗതിയാണ്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ എന്തുണ്ടാവണം? ഇപ്പോൾ ഒരു ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ പോലും ആ ഡോക്ടറാണ് രോഗം സുഖപ്പെടുത്തുന്നത് എന്നൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതുമാണ്. രോഗം ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ്. അതിനുള്ള കാരണങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാരണങ്ങളോട് ബന്ധപ്പെടുന്നതിന് യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിച്ചാലും, അള്ളാഹു ഇഷ്ടപ്പെട്ട വസ്തുക്കളെ മുൻനിർത്തി അള്ളാഹുവിനോട് സഹായം ചോദിച്ചാലും, നേരിട്ട് സൃഷ്ടികളോട് സഹായം ചോദിച്ചാലും, അത് ഒളിഞ്ഞ വഴിയിലോ തെളിഞ്ഞ വഴിയിലോ ആയാലും എല്ലാം സഹായിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഈ വിശ്വാസം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഇയ്യാക നസ്തഈൻ, സഹായിക്കാൻ കഴിവുള്ളവൻ നീ മാത്രമാണ്, നിന്നോട് മാത്രം ഞങ്ങളത് തേടുന്നു. ആരോട് ചോദിച്ചാലും ആ സഹായം നിൻ്റേതാണ്, നിന്നോട് ഞങ്ങളത് തേടുന്നു. എന്നാൽ പിന്നെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ചോദിക്കാം, യാതൊരു തടസ്സവുമില്ല. പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ ഇടയിൽ വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ തേട്ടത്തിന് വേഗത്തിൽ ഉത്തരം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നതുപോലെ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളോട് എൻ്റെ ഈ പ്രശ്നത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം, പരിഹരിച്ചു തരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം, ഇസ്തിശ്ഫാ എന്ന് പറയും. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇതൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് തീർക്കുകയും തെറ്റിദ്ധാരണ ഒഴിവാക്കുകയും ചെയ്യണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണമേ. ചൊവ്വായ വഴി എന്ന് പറഞ്ഞാൽ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. അള്ളാഹു അനുഗ്രഹിച്ച വഴി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അനുഗ്രഹിച്ചവരെ മറ്റൊരിടത്ത് അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ, നബിമാർ, സിദ്ദീഖുമാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മൊത്തത്തിൽ പറഞ്ഞാൽ സജ്ജനങ്ങൾ, അവർ ജീവിച്ച് കഴിഞ്ഞുപോയ വഴിയാണ് ചൊവ്വായ വഴി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗം. ആ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർത്തുകയും അതിൽ നിലനിർത്തി തരികയും ചെയ്യണമേ എന്നതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നതിൻ്റെ ഉദ്ദേശം. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ ദേഷ്യം കിട്ടിയവരുടെ മാർഗത്തിലല്ല. വലല്ലാലീൻ, ചൊവ്വായ പാതയിൽ നിന്ന് തെറ്റി സഞ്ചരിച്ച് വഴിതെറ്റിയവരുടെ മാർഗത്തിലുമല്ല. അങ്ങനെ ധാരാളം ജനത ലോകത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പിന്തുടർച്ചക്കാരായ ആളുകൾ ഇന്നും ലോകത്തുണ്ട്. അതുകൊണ്ട് ചൊവ്വായ വഴി എന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ വഴിയാണ്. ആ വഴിയിൽ ഞങ്ങളെ ചേർത്ത് നിലനിർത്തി തരണമേ. ആമീൻ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ. അത് പറയൽ സുന്നത്തുണ്ട്. അങ്ങനെ ആമീൻ പറഞ്ഞാൽ അള്ളാഹു അതിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം കണ്ട് മലക്കിനെ സൃഷ്ടിക്കുകയും ആ മലക്ക് അല്ലാഹു മഗ്ഫിർ ലിമൻ ഖാല ആമീൻ, ആമീൻ പറഞ്ഞവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് ഇസ്ലാമിൻ്റെ രേഖകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫാത്തിഹ വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു സൂറത്താണ്. ഖുർആനിൻ്റെ മൊത്തം ഉള്ളടക്കം അതിലുണ്ട്.
നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അത് ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമുക്കതിന് പരിഹാരമുണ്ട്, രോഗങ്ങൾക്ക് ശിഫയുണ്ട്. വിഷം തട്ടിയ ഒരു കുടുംബത്തിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് ഫാത്തിഹ ഓതി മന്ത്രിച്ച് അവരുടെ വിഷം ഇറങ്ങിയതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ വ്യക്തമായി സ്ഥിരപ്പെട്ട രേഖയാണ്. നമ്മളും തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ ഫാത്തിഹ ഓതി മന്ത്രിക്കാം, സ്വയം മന്ത്രിക്കാം, മറ്റുള്ളവരെ മന്ത്രിക്കാം, വെള്ളത്തിലോതി കുടിക്കാം. എന്നതുപോലെ നമ്മൾ ചരടിലും മറ്റുമൊക്കെ നമ്മൾ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതി അത് മന്ത്രിച്ച് കെട്ടുകയോ, അല്ലെങ്കിൽ നമ്മൾ ഹൈക്കല്ല് എന്ന് പറഞ്ഞ വസ്തുക്കളൊക്കെ അതൊക്കെ ഖുർആനുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വിശ്വാസത്തോടുകൂടെ നാം ചെയ്യുമ്പോൾ അതിനൊക്കെ വലിയ പുണ്യങ്ങളുണ്ട്. അത് പരീക്ഷിച്ച് വിജയിച്ച രേഖപ്പെടുത്തപ്പെട്ട പ്രാമാണികമായ സംഗതികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കാനും അതിലായി മരിക്കാനും എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ റൂബി ജൂബിലിയുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളും അതിൻ്റെ പ്രവർത്തകർ, സഹായികൾ, ഗുണകാംക്ഷികൾ എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഭാവിയും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.